Hello everybody, a very warm good evening and welcome to the Ray Central. Children are the symbol of innocence. എപ്പോഴും അതെ, എത്രത്തോളം പ്രായം കുറയുന്നു അത്രത്തോളം നല്ലത്. വളരെ ഇന്നസെന്റ് ആയിരിക്കും. അവർ പറയുന്ന എന്ത് കാര്യമാണെങ്കിലും അത് മനസ്സിന്നായിരിക്കും പറയുന്നത്. നാളെ ശിശുദിനമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എന്താ പറയുക, വലിയ ആൾക്കാർക്കൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ ശിശുദിനത്തിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാവില്ല. എന്നാലും കുട്ടികൾക്ക് പറഞ്ഞ പോലെ സ്കൂളിൽ ചോക്ലേറ്റ്സ്, എനിക്ക് ഓർമ്മയുള്ള സമയത്ത് ചോക്ലേറ്റ്സ് ആയിരുന്നു മെയിൻ തിങ്. എന്തായാലും നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ സെലിബ്രിറ്റി ഗസ്റ്റിന് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഹായ്. അപ്പോൾ എന്തായാലും ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ വരുന്നുണ്ടാവും, ആരാണ് ഈ ചെറിയ എന്താ പറയുക സ്മാർട്ട് കുട്ടി എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് നമ്മുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കല്ലേ. എന്താണ് മോളുടെ പേര്? എൻ്റെ പേര് എസ്തർ. എസ്തർ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫോർത്ത് സ്റ്റാൻഡേർഡിൽ. പക്ഷെ കണ്ടു പറയില്ലല്ലോ ഫോർത്തിൽ പഠിക്കുന്ന വലിയ കുട്ടിയാണെന്നൊക്കെ. എന്തേ? അങ്ങനെയല്ല, ചെറുതായി പോയത് കൊണ്ടായിരിക്കും. ആര് പറഞ്ഞു ചെറുതായി പോയെന്ന്? ഞാൻ വെറുതെ പറഞ്ഞ തമാശക്ക് ചോദിച്ചതാ. എസ്തറിന് ഈ ചിൽഡ്രൻസ് ഡേയിലൊക്കെ ക്ലാസ്സിൽ പോകാനുള്ള പരിപാടികളൊക്കെ പ്ലാനൊക്കെ ഉണ്ടോ? ഞാൻ ചിൽഡ്രൻസ് ഡേക്ക് എപ്പോഴും ക്ലാസ്സിലുണ്ടാവും. അപ്പൊ എന്താണ് ചെയ്യാറുള്ളത് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ? അസംബ്ലി ഉണ്ടാവും രാവിലെ അസംബ്ലി ഉണ്ടാവും. പിന്നെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്നിട്ട് ചോക്ലേറ്റ്സ് തരും. പിന്നെ കുറെ ഹാപ്പി അങ്ങനെ അവിടെ ഫ്രണ്ട്സ് കാർഡ്സ് തരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എസ്തർ കാർഡൊക്കെ കൊടുക്കാറുണ്ടോ? ഞാൻ കൊടുത്തിട്ടില്ല. അതെന്താ വീട്ടിൽ നിന്ന് വാങ്ങി തരാഞ്ഞിട്ട്? ചോദിച്ചു വാങ്ങി തരും അല്ലേ? മടിച്ചല്ലേ? കിട്ടുന്ന കാർഡൊക്കെ വാങ്ങി വെക്കാറുണ്ടോ? അത് കറക്റ്റായിട്ട് ചെയ്യും. ചിൽഡ്രൻസ് ഡേക്ക് മാത്രമാണോ ക്ലാസ്സിൽ പോവാറോ അല്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ പോവാറുണ്ടോ? ഇപ്പോ ഷൂട്ടിംഗ് ഒക്കെ അല്ലേ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ലാസ്സിൽ പോകാൻ പറ്റും, ഇടയ്ക്കിടയ്ക്കൊക്കെ ഷൂട്ടിങ്ങിനും പോകാൻ പറ്റും. ക്ലാസ് പോകുന്ന ദിവസമൊക്കെ കുറേ നാൾ കഴിഞ്ഞല്ലേ നമ്മൾ പോകുന്നുണ്ടാവുക. എല്ലാ ദിവസവും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പോ ഇപ്പൊ ടീച്ചർമാര് ചോദ്യമൊക്കെ ചോദിക്കുമ്പോ എസ്തറിന് ഉത്തരമൊക്കെ പറയാൻ പറ്റുമോ? ചില ചോദ്യങ്ങളിൽ ഉത്തരം പറയും, പഠിച്ചിട്ടുള്ളതാണെങ്കിൽ. ചിലത് ഉത്തരം പറയില്ല. അപ്പൊ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ പഠിക്കോ? പോർഷൻസ് ഒക്കെ എടുത്തു വെച്ച് ഭയങ്കര പഠനമൊക്കെയാണോ? ഭയങ്കരമായിട്ട് പഠിക്കുന്നില്ല, എന്നാലും പഠിക്കേണ്ട രീതിയിൽ പഠിക്കും. ആണോ? എങ്ങനെയായാലും എക്സാം വരുമ്പോഴേക്കും എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാവും അല്ലെ? അപ്പൊ അതിൽ പ്രശ്നമൊന്നും വരുന്നില്ല അല്ലെ? അപ്പൊ എസ്തർ നമ്മൾ ഇത്രയും വർത്താനമൊക്കെ പറഞ്ഞു. ആരാണ് എന്താണ് പ്രേക്ഷകർ കുറെ പേർക്ക് അറിയായിരിക്കും, എന്നാലും കുറച്ച് പേരൊക്കെ ഇത് ആരാണ് ഈ ചുണക്കുട്ടി എന്നുള്ളൊരു ചിന്തയുണ്ടാവും. നമ്മൾ അഭിനയിച്ച സിനിമകളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഏതായിരുന്നു നമ്മൾ ആദ്യത്തെ സിനിമ? നല്ലവനിൽ ആരായിട്ടാണ് ചെയ്തത്? മൈഥിലി ചേച്ചിയുടെ കുട്ടിക്കാലമായിട്ട്. അപ്പൊ മൈഥിലി ചേച്ചിയുടെ കുട്ടിക്കാലം ചെയ്യുന്ന പറഞ്ഞപ്പോ എന്തെങ്കിലുമൊക്കെ ഓർത്തോ? ഞാൻ എങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ആദ്യം അവര് പറഞ്ഞു ഇങ്ങനെ ചെയ്യണം. അപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമേ ഒന്നും പറഞ്ഞു തരാത്ത നേരത്ത് എനിക്കെന്തോ തോന്നുന്നു, എന്താ എങ്ങനെയാ. അപ്പൊ സിനിമയിൽ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞപ്പോ പെട്ടെന്ന് ആലോചിച്ചോ, അയ്യോ ഞാൻ ഇനിയിപ്പോ എന്റെ പോസ്റ്ററൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചോ? എന്തെങ്കിലും തോന്നിയോ പെട്ടെന്ന് ഞാൻ സിനിമാ നടി ആവാൻ പോവാന്നൊക്കെ? എന്തോ ചെറുതായിട്ട് എന്തോ ഒരു എന്താന്ന് അറിഞ്ഞൂടാ അല്ലെ? ക്ലാസ്സിലെ പിള്ളേരൊക്കെ എന്തോ പറഞ്ഞു, എസ്തർ ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോവാണോ അങ്ങനെയൊക്കെ പറഞ്ഞോ? അവര് ആദ്യം ഞാൻ നല്ലവനിൽ അഭിനയിച്ചു എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഒരു നാൾ വരയില് വന്നപ്പോ അവർക്ക് മനസ്സിലായി ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ എന്നെ ക്ലാസ്സിൽ വന്നു എന്നൊക്കെ പറയും. അത് ശരി, രഹസ്യമായിട്ടൊക്കെ വയ്ക്കോ? ഇപ്പൊ സിനിമയിൽ അഭിനയിച്ച പറയാണ്ട് രഹസ്യമാക്കി വെച്ചതാണോ? മനഃപൂർവ്വം ചെയ്താണോ? അല്ല, ഞാൻ ആദ്യമേ നല്ലവൻ, അപ്പൊ എനിക്ക് പറയാനായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു നാൾ വരയില് വന്നപ്പോ എല്ലാരോടും കുറെ പേരൊക്കെ കണ്ടു. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കണ്ടോ? ഫ്രണ്ട്സ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സും ക്ലാസ് ഫ്രണ്ട്സും എല്ലാരും കണ്ടു. ഇങ്ങനെ നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുപോവറ്റോ ചെയ്തോ? സ്കൂളിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോയില്ല, അവര് വീട്ടിൽ നിന്ന് തന്നെയാ പോയത്. വീട്ടിൽ നിന്നാ പോയത്. ടീച്ചർമാരൊക്കെ എന്ത് പറഞ്ഞു കണ്ടിട്ട്? ചില ടീച്ചേഴ്സ് കണ്ടു, ചില ടീച്ചേഴ്സ് കണ്ടില്ലാന്നില്ല, അവർക്ക് കാണാൻ പറ്റില്ല എന്ന് അവര് പറഞ്ഞു. കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു, നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് പഠനത്തിൽ വിട്ടു പോരുതെന്ന് എല്ലാ ടീച്ചർമാരും പറഞ്ഞില്ലേ? അതും പറഞ്ഞു. അതിനുശേഷമുള്ള സിനിമ ഏതായിരുന്നു? നല്ലവൻ കഴിഞ്ഞിട്ട് ഒരു നാൾ വരും, പിന്നെ സകുടുംബം ശ്യാമള.